നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാനെന്ന പേരിൽ ഡിവൈഎഫ്ഐ ഇപ്പോൾ പലതരത്തിലുള്ള ചലഞ്ചുകൾ നടത്താറുണ്ട്. പല ഫെസ്റ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ ബിരിയാണി ഫെസ്റ്റും മറ്റുമൊക്കെ നാം ഏവരും കേൾക്കുന്നതാണ്. അതുപോലെ ഡിവൈഎഫ്ഐ നടത്തുന്ന ഒരു പോർക്ക് ഫെസ്റ്റിനെതിരെ ശക്തമായ വിമർശനവുമായി സംസ്ഥാന നേതാവും SYS സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സംസ്ഥാന നേതാവ് ഡിവൈഎഫ്ഐയുടെ പോസ്റ്റർ പങ്കുവെച്ച് അവരുടെ നടപടിക്കെതിരെ രംഗത്ത് വരുന്നത്. ഡിവൈഎഫ്ഐ കോതമംഗലം മുനിസിപ്പൽ കമ്മിറ്റിയാണ് വയനാടിന് വേണ്ടി പോർക്ക് ചലഞ്ച് പ്രഖ്യാപിച്ചത്. ഇത് ഒരു വിഭാഗം ജനങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്നും അതിൽ പലതരത്തിലുള്ള ഭവിഷ്യത്തുകൾ ഒളിഞ്ഞിരിക്കുന്നുവെന്നുമാണ് കുറ്റപ്പെടുത്തൽ. വയനാട്ടിൽ ദുരന്തബാധിതരിൽ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയിരിക്കുന്നവരാണെന്നാണ് നാസർ ഫൈസി കൂടത്തായി ചൂണ്ടിക്കാണിക്കുന്നത്. അവരെ അവഹേളിക്കുന്ന തരത്തിലാണ് പോർക്ക് ഫെസ്റ്റ് നിലവിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നത്. ഡിവൈഎഫ്ഐയുടേത് മതനിന്ദയാണെന്നും നാസർ ഫൈസി കൂടത്തായി തന്നെ ആരോപിക്കുന്നു. ഡിവൈഎഫ്ഐയുടെ കോതമംഗലം മുനിസിപ്പൽ കമ്മിറ്റി പ്രഖ്യാപിച്ച ഈ പോർക്ക് ഫെസ്റ്റ് ശക്തമായി തന്നെ എതിർക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ദ എന്നതാണ് അതിന്റെ തലക്കെട്ട്. മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസം. വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ്. അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ടുണ്ടാക്കി നൽകുകയാണ്. അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതത്തിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ്, അധിക്ഷേപമാണ്, നിന്ദയുമാണ്. വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലല്ലെന്ന് ധരിക്കുന്നതിനുള്ള മറുപടിയാവില്ല എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നാസർ ഫൈസി കൂടത്തായി പറയുന്നത്. ശക്തമായ എതിർപ്പാണ് ഇതിനെതിരെ ഒരു ഭാഗം ഉയർത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.